സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിലെ രണ്ടാം ദിനമാണ് ഇന്ന് ജിൽസി. ആദ്യ സ്വർണം നേടിയത് എറണാകുളമാണ്. ജൂനിയർ ആൺകുട്ടികളുടെ 5000 മീറ്റർ നടത്തത്തിലാണ് ആദ്യ സ്വർണം. സെന്റ് സ്റ്റീഫൻസ് HSS കീരമ്പാറയിലെ അലോഷ്യസ് ബോബനാണ് ആ സ്വർണം സ്വന്തമാക്കിയത്. 968 പോയിന്റുമായി നിലവിലെ ചാമ്പ്യന്മാരായ തിരുവനന്തപുരമാണ് ഇപ്പോൾ മുന്നിൽ. കണ്ണൂരിനെ മറികടന്ന 454 പോയിന്റുമായി തൃശൂർ ജില്ല രണ്ടാം സ്ഥാനത്തേക്കും കയറിയിട്ടുണ്ട്. കുറേ നാളായിട്ട് നോക്കുന്നതാണ്. ഈ തവണയാണ് സ്റ്റേറ്റ് മീറ്റിന് എനിക്ക് ആദ്യമായിട്ടാണ് ഗോൾഡ് കിട്ടണേ. ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 50,000, 40,000, 30,000 ഓഫർ ഉണ്ടായിരുന്നു. അതാണ് എന്നെ പിന്നെയും ഗോൾഡ് മെഡൽ അടിക്കാനുള്ള മോട്ടിവേഷൻ തന്നുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് ഞാൻ സ്റ്റേറ്റ് മീറ്റിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് മെഡലൊന്നുമില്ല. ആദ്യത്തെ മെഡലാണിത്. ഞാൻ കഴിഞ്ഞ വർഷം തൊട്ടാണ് വാക്ക് ചെയ്ത് തുടങ്ങിയത്. 2022 വർഷത്തെ. എന്താണ് തിരുവനന്തപുരത്ത് നടക്കുന്നതിന്റെ പൂർണ്ണമായ ചിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മഹേഷ് പോലൂർ തത്സമയം ചേരും. മഹേഷ്, ഗുഡ് മോർണിംഗ്. നാട് പൂർണ്ണമായും ഉണരുന്നതിന് മുമ്പേ തിരുവനന്തപുരത്ത് ട്രാക്ക് ഉണർന്നിരിക്കുന്നു. ആദ്യത്തെ സ്വർണവും അവിടെ പറന്നിരിക്കുന്നു. ഇന്നത്തെ 5000 മീറ്റർ എത്ര കണ്ട് ആവേശപൂർണമായ മത്സരമാണ് നടന്നത്. എങ്ങനെയായിരുന്നു അതിലെ പോരാട്ടം? ഗുഡ് മോർണിംഗ് ജിൽസി, സൈഫു. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. അതിരാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഇവിടെ എത്തുന്ന സമയത്തും മഴയാണ്. ആ മഴയത്താണ് നമ്മുടെ കുട്ടികൾ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത്. അലോഷ്യസ് ബോബൻ 5000 മീറ്റർ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നടത്ത മത്സരത്തിൽ സ്വർണം നേടിയത് നമ്മൾ കണ്ടു. ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ 3000 മീറ്റർ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിലും സ്വർണവും വെള്ളിയും മലപ്പുറം ജില്ലയ്ക്കാണ്. ഒന്നാം സ്ഥാനം നിരഞ്ജന, രണ്ടാം സ്ഥാനം ശിഖ എന്ന് പറയുന്ന രണ്ട് വിദ്യാർത്ഥികൾ ഒരേ വിദ്യാലയത്തിലുള്ള ഒരേ കോച്ചിന് കീഴിൽ പരിശീലിക്കുന്ന മലപ്പുറം ആലത്തിയൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് രണ്ടുപേരും, നിരഞ്ജനയും ശിഖയും. അപ്പോൾ ഇന്ന് രാവിലെ നടക്കേണ്ടിയിരുന്ന 2 ഫൈനൽ മത്സരങ്ങൾ ഇതാണ് ട്രാക്കിലുണ്ടായിരുന്നത്. അത് രണ്ടും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഒരു കുതിപ്പ് തുടരുകയാണ്. 968 പോയിന്റുമായി തിരുവനന്തപുരത്തിന്റെ കുതിപ്പ് തുടരുകയാണ്. പക്ഷെ രണ്ടാം സ്ഥാനത്ത് കണ്ണൂരിനെ മറികടന്നപ്പോൾ തൃശ്ശൂർ വന്നിട്ടുണ്ട്. 454 പോയിന്റുമായി തൃശ്ശൂർ വന്നിട്ടുണ്ട്. ഇന്ന് ഒരുപാട് മത്സരങ്ങളുണ്ട് ജിൽസി, സൈഫു. ഒരുപാട് മത്സരങ്ങളുണ്ട്. 4x400 മീറ്റർ റിലേ മത്സരങ്ങൾ ഇന്ന് ഈ ട്രാക്കിൽ നടക്കും. വൈകിട്ട് 7:10 മുതൽ ആ മത്സരം ആരംഭിക്കും. 7:50 വരെ നീളുന്ന ജൂനിയർ, സീനിയർ, ബോയ്സ്, ഗേൾസ് വിഭാഗങ്ങളിൽ 4x400 മീറ്റർ മത്സരങ്ങളുണ്ട്. 5 മണിയോടുകൂടി തന്നെ ഹർഡിൽസ് മത്സരങ്ങളുടെ 100 മീറ്റർ, 110 മീറ്റർ ഒക്കെയുള്ള ഹർഡിൽസ് മത്സരങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കാനുണ്ട്. 1500 മീറ്റർ മത്സരങ്ങളുടെ ഫൈനലുകളും ഇന്ന് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് ത്രോ ഇനങ്ങളിൽ ഒരുപാട് മത്സരങ്ങളുണ്ട്. ഡിസ്കസ് ത്രോ സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഡിസ്കസ് ത്രോ ഉണ്ട്, ഷോർട്ട് പുട്ട് ഉണ്ട്. ജൂനിയർ വിഭാഗം ഡിസ്കസ് ത്രോ സീനിയർ ഗേൾസിന്റെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പോൾ വാൾട്ട് മത്സരമുണ്ട്. ഇന്ന് പോൾ വാൾട്ട് മത്സരം രാവിലെ 9 മണിക്ക് ആരംഭിക്കും. 10:20 ഡിസ്കസ് ത്രോ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിറയെ മത്സരങ്ങളുണ്ട്. 25 ഫൈനലുകൾ ഇന്ന് ഈ അത്ലറ്റിക്സ് ട്രാക്കിലും ഫീൽഡിലുമായിട്ടുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ ഹൈ ജമ്പ് മത്സരത്തിന്റെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ത്രോ ഇനങ്ങൾ നടക്കുന്നത് ഇവിടെയെല്ലാം. ത്രോ ഇനങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിലാകും, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ത്രോ ഇനങ്ങൾ നടക്കുന്നത്. അത് ഇന്നലെയും അതിന്റെ പ്രിലിമിനറി റൗണ്ടുകളൊക്കെ കഴിഞ്ഞിരുന്നു. വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് രാവിലെ പോകുന്നത്. മഴയാണ് എന്നുള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മീറ്റിന്റെ നടത്തിപ്പിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോഷ്യസ് ബോബനെ പോലുള്ള താരങ്ങളെ കാണുമ്പോൾ, കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് പരിശീലനം നടത്തുകയാണ്. മെഡൽ നേടണം എനിക്ക് എന്നുള്ള വലിയ ഒരു ആർജവത്തോടു കൂടി തന്നെ പരിശീലനം നടത്തി അത് ഒടുവിൽ നേടി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ വിദ്യാർത്ഥികളുടെ പ്രകടനം കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച കൂടിയാണ്. രണ്ടാം ദിനം പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരമാണ് മുന്നിൽ. രണ്ടാം സ്ഥാനത്തേക്കുള്ള ഒരു ഫൈറ്റ് എന്ന് പറയാം. അതിൽ കണ്ണൂരിനെ മറികടന്ന് ഇപ്പോൾ തൃശ്ശൂർ മുന്നോട്ട് കയറി വന്നിരിക്കുന്നു. മഹേഷ്, അങ്ങനെയാണെങ്കിൽ മഴ ഒട്ടും ആവേശം കെടുത്തിയിട്ടില്ല മഹേഷിന്റെ മത്സരാർത്ഥികളുടെ എന്ന് തന്നെയാണ്